ഈ കാണുന്ന ഗോൾഡ് മെൽറ്റിംഗ് മെഷീന്റെ അതായത് ഹീറ്റർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ വന്നിരുന്നു. അപ്പോഴാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് എങ്ങനെയാണ് ഗോൾഡ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആണ് ഈ ഗോൾഡ് ഫർണസിൻ്റെത്. അതായത് ഇതിന്റെ അകത്താണ് നമ്മൾ ഗോൾഡ് വെക്കുന്നതും അതിനുശേഷം ഹീറ്റ് ഒക്കെ ഓൺ ആക്കണം. അപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള ക്രൂസിബിളിനകത്താണ് നമ്മൾ ഇതിനെ മൂശ എന്നും പറയും. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഗോൾഡ് ഇട്ടിട്ട് ഈ ഫർണസിലേക്ക് വെക്കുക. അപ്പൊ അതിനായിട്ട് ഞാൻ ടെമ്പറേച്ചർ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന രീതിയിലുള്ള പഴയ ചെയിനുകളും അതുപോലെ വർക്ക് ചെയ്തതിന് വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മൂശയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മെഷീനിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ 380 ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നമുക്ക് ഈ റീഫിൽ ചെയ്ത സാധനം ഇതിനകത്തൊരു കൊടിൽ ഉപയോഗിച്ചിട്ട് അകത്തേക്ക് വെക്കാം. കാരണം അത്രയ്ക്ക് ഹീറ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചുട്ട് പഴുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഗോൾഡ് മെൽറ്റ് ആവാനുള്ള ഹീറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചതിനെ അടച്ചു വെക്കുന്നു. 1060 ടെമ്പറേച്ചർ ആ ഒരു റേഞ്ച് ആണ് ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 629 സംതിങ് ഹീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ 700 സംതിങ്. ഇപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ക്രൂസിബിളിന്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആ ക്രൂസിബിൾ ഒക്കെ ചുട്ട് പഴുത്തിരിപ്പുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഗോൾഡ് ഒക്കെ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഉരുകിയിട്ടില്ല. നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഹീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഗോൾഡ് പ്രോപ്പർ ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ചുട്ട് പഴുത്തിരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊടിൽ ഉപയോഗിച്ചിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കണം. പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഓരോ ട്രേ ഉണ്ട്. ആ ട്രേയിലാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത്. ഈ കാണുന്ന രീതിയിൽ ഈ അച്ചിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ലെങ്ത് റോഡായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ റോഡിനെ നമ്മൾ ഇളക്കി എടുത്തതിന് ശേഷം തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഇനിയും ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് നമുക്കൊരു ഓർണമെന്റ്സ് ആയിട്ട് കയ്യിൽ കിട്ടണമെങ്കിൽ. അപ്പൊ ഇനി അടുത്ത വീഡിയോസിൽ അടുത്തൊരു മെഷീൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.